വാർത്തകൾ വിശദമായ മലപ്പുറം തിരൂരിൽ മിനി ലോറി വെള്ളക്കെട്ടിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ സഹായി മുസ്തഫയുടെ മൃതദേഹം പുറത്തെടുത്തു. വിവരങ്ങളുമായി അഞ്ജു ചേരുന്നു. അഞ്ജു, ഈ മണിക്കൂറുകൾ നീണ്ട ശ്രമം വിഫലമായിരിക്കുകയാണ്. ഇപ്പോൾ മുസ്തഫയുടെ മൃതദേഹം പുറത്തെത്തിച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അതേ ദീപ്തി, 7 മണിക്കൂർ നീണ്ട ശ്രമം വിഫലമായെന്ന് തന്നെ പറയാം. മുസ്തഫയുടെ മൃതദേഹം പുറത്തെടുത്തു. ഇന്ന് ഉച്ചയോടെ ഏകദേശം ഒരു 1:10 കൂടിയാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. ഈ നിത്യോപയോഗ സാധനങ്ങൾ കയറ്റി വന്ന മിനി ലോറി ഈ 65 അടിയോളം താഴ്ചയുള്ള ഈ ക്വാറിയിലേക്ക് മറിയുകയായിരുന്നു. ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് ഈ ഒരു അപകടത്തിന് കാരണമെന്നാണ് നിഗമനം. ശേഷം ഈ ലോറിയും അതുപോലെ തന്നെ ലോറിക്കുള്ളിൽ ഈ സഹായിയായിട്ടുള്ള മുസ്തഫയും കുടുങ്ങിപ്പോവുകയായിരുന്നു. ഏകദേശം ഒരു 7 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഈ ലോറി പുറത്തെടുത്തത്. ലോറിക്കുള്ളിൽ ക്യാബിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന നിലയിലായിരുന്നു മുസ്തഫയുടെ മൃതദേഹം. ഈ ഹൈഡ്രോളിക് കട്ടറൊക്കെ ഉപയോഗിച്ച് ഈ ക്യാബിൻ മുറിച്ചു മാറ്റിയാണ് മുസ്തഫയുടെ മൃതദേഹം പുറത്തെടുത്തത്. ഏകദേശം 7 മണിക്കൂർ നീണ്ട ശ്രമം വിഫലമായെന്ന് തന്നെ പറയാം. മുസ്തഫയെ രക്ഷിക്കാനായില്ല. ഈ ഒരു അപകടം ഉണ്ടായതിന് പിന്നാലെ സ്കൂബ ടീമും അതുപോലെ തന്നെ ഫയർഫോഴ്സും സ്ഥലത്തെത്തി തിരച്ചിൽ നടത്തുകയായിരുന്നു. രക്ഷാപ്രവർത്തനമൊക്കെ വളരെ ഊർജിതമാക്കിയ ഒരു നിലയിലായിരുന്നു. എന്നാൽ 7 മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിൽ ഈ മുസ്തഫയെ രക്ഷിക്കാനായില്ലെന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യമെന്ന് പറയുന്നത്. 7 മണിക്കൂർ പിന്നിട്ടിട്ടും ഈ ലോറി ഈ ക്വാറിക്കുള്ളിൽ നിന്ന് പുറത്തെടുക്കാൻ ഒരുപാട് സങ്കീർണതകൾ ഉണ്ടായിരുന്നു. നിരവധി തവണ റോപ്പ് ഉപയോഗിച്ച് ഈ ലോറി കെട്ടിയെങ്കിലും അത് ഈ കയറ് വലിയുന്നതിനാൽ ഈ രക്ഷാദൗത്യം വളരെയധികം ദുഷ്കരമായിരുന്നു. ഇതിന് പിന്നാലെ വീണ്ടും ഈ കയറ് ലോറിയിൽ കെട്ടാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ നടന്നു. ഏകദേശം ഒരു 5ാം ശ്രമത്തിലാണ് ഈ ലോറിക്കുള്ളിൽ കുരുക്കിടാനായത്. പിന്നീട് ലോറി പതിയെ വലിച്ച് കയറ്റുകയായിരുന്നു, മുകളിലേക്ക് വലിച്ചു കയറ്റുകയായിരുന്നു. തുടർന്ന് ഈ ക്യാബിനുള്ളിൽ കുടുങ്ങിയ മുസ്തഫയെ പുറത്തെത്തിക്കുകയായിരുന്നു. ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ച് ക്യാബിൻ മുറിച്ചു മാറ്റിയാണ് ഇത്തരത്തിൽ മുസ്തഫയുടെ മൃതദേഹം പുറത്തെടുത്തത്. ഈ ക്യാബിൻ വളരെയധികം നെരുങ്ങിയ നിലയിലായിരുന്നു. ക്യാബിൻ വളരെ നെരുങ്ങിയ നിലയിലായിരുന്നു. അപ്പോൾ ഹൈഡ്രോളിക് കട്ടറൊക്കെ കൊണ്ടുവന്ന് അതുപയോഗിച്ച് ക്യാബിൻ മുറിച്ചു മാറ്റിയാണ് മുസ്തഫയുടെ മൃതദേഹമൊക്കെ തന്നെ പുറത്തെടുത്തത്. ഈ അപകടത്തിന് പിന്നാലെ തന്നെ ഡ്രൈവർ ജാഫറിനെ നാട്ടുകാർ രക്ഷപ്പെടുത്തിയിരുന്നു. ജാഫറിനെ ഉടൻ തന്നെ ആശുപത്രിയിലൊക്കെ പ്രവേശിപ്പിച്ചിരുന്നു. എന്നാൽ ഈ സഹായിയായിട്ടുള്ള മുസ്തഫ ഈ ഒരു ക്യാബിനുള്ളിൽ കുടുങ്ങി പോവുകയായിരുന്നു. ലോറി പുറത്തെത്തിക്കാൻ സാധിക്കാത്തത് മൂലമാണ് ഇത്തരത്തിൽ മുസ്തഫയുടെ ജീവനും രക്ഷിക്കാൻ പറ്റായത്. കാരണം 65 അടിയോളം താഴ്ചയുള്ള ഈ ഒരു ക്വാറിയിലേക്കാണ് ഈ ഒരു ലോറി മറിഞ്ഞത്. രക്ഷാപ്രവർത്തനമൊക്കെ വളരെ ദുഷ്കരമായിരുന്നു. ക്രെയിൻ ഉപയോഗിച്ച് ലോറി ഉയർത്താൻ ശ്രമിച്ചെങ്കിലും ആ ശ്രമങ്ങളൊക്കെ തന്നെ വിഫലമാവുകയായിരുന്നു. തുടർന്ന് ഏറെ നേരം ഏകദേശം ഒരു 7 മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ലോറി ഉയർത്താൻ പോലും കഴിഞ്ഞത്. ശേഷം ലോറി പതിയെ ഉയർത്തിയ ശേഷം ഈ ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ച് ഈ ക്യാബിൻ മുറിച്ചു മാറ്റിയതിനു ശേഷം മുസ്തഫയെ പുറത്തെത്തിക്കുകയായിരുന്നു. എന്തായാലും 7 മണിക്കൂർ നീണ്ട ഒരു രക്ഷാപ്രവർത്തനം വിഫലമായിരിക്കുകയാണ്. മുസ്തഫയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ദീപ്തി. ശരി, ഏതായാലും മലപ്പുറം തിരൂരിലാണ് ഇത്തരത്തിൽ മിനി ലോറി വെള്ളക്കെട്ടിലേക്ക് മറിഞ്ഞ് അപകടമുണ്ടായത്. ഈ അപകടത്തിൽ ഡ്രൈവറെ രക്ഷിക്കാൻ സാധിച്ചു. എന്നാൽ സഹായിയായ മുസ്തഫയുടെ മൃതദേഹം ഏറെ മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിൽ പുറത്തെത്തിക്കുകയായിരുന്നു. ഇന്ന് 1 മണിയോടുകൂടിയാണ് ഈ ഒരു അപകടമുണ്ടായത്. അതിനുശേഷം 7 മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിന് ശേഷമാണ് മുസ്തഫയുടെ മൃതദേഹം പുറത്തെത്തിക്കാൻ സാധിച്ചത്. 5 വിവരങ്ങൾ നൽകിയത്.